എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. അത് വേവിക്കാതൊക്കെ നമ്മൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നമുക്കൊരു മാങ്ങ പറിച്ച് പച്ചടിക്ക് എടുക്കാവേ. മാങ്ങ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെത്തി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറിയ മാങ്ങ ആയിരുന്നു, അത് നമ്മൾ ചെത്തി ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി കുറച്ച് തേങ്ങ, പിന്നെ കാന്താരി കഴിക്കുന്ന ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കാന്താരി ഉള്ളതുകൊണ്ട് കാന്താരി അരയ്ക്കുവാണ്. 5-6 കാന്താരി ഇട്ട്, പിന്നെ അതിലേക്ക് ഒരല്പം നല്ല ജീരകം, ചെറിയ ജീരകം, ഒത്തിരി ഇടല്ലോ. ഒത്തിരി ഇട്ടാൽ കഴിക്കുകയോ അതിൻ്റെ ചുവ മുന്നിൽ നിൽക്കുവേ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാവേ. അതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് ഉള്ളവർ പച്ചമുളക് ഇട്ടാൽ മതി, പക്ഷേ കാന്താരിക്കാണ് ഭയങ്കര ടേസ്റ്റ് പച്ചടി വെക്കുമ്പോഴേ. ഇനി ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണേ നമുക്ക്. എന്നിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോവല്ലേ. ഈ രീതിയിലാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങായും കൂടെ ഇട്ട് കൊടുക്കാവേ. അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം ഒന്ന് അരഞ്ഞ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയാണേ. ഇനി അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ല അരയണ്ട, ഞാൻ കാണിക്കാം അരച്ചെടുത്ത്. നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാവേ. അത് ഒത്തിരി ആകേണ്ട, അരയണ്ട, പൊട്ടിച്ചെടുത്ത പോലെ മതിയേ. ഇത് ഈ രീതിയാണ് അരഞ്ഞെടുക്കുന്നത്. ഒത്തിരി അരഞ്ഞു പോയാൽ പച്ചടിയുടെ ടേസ്റ്റേ അങ്ങ് മാറുവേ. നമുക്കിതൊരു ബൗളിലിടാവേ. ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പുളിയില്ലാത്ത ഒരു 2 ചെറിയ തവി തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഞാൻ ഉപ്പിട്ട് അരച്ചായിരുന്നു, നമുക്ക് നോക്കിയിട്ടിടാവേ. ഇനി നമുക്കിതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണേ. പുളി വേണ്ടവർ പുളി കൂട്ടി ഇടണം, പുളി കുറവുള്ളവർ കുറച്ചെടുത്താൽ മതി. ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ദേ ഈ പരുവത്തിലിരിക്കണേ. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തൊഴിക്കണേ. നോക്കിയിട്ട് ഉപ്പ് കുറവാണ്, അപ്പം നമുക്ക് ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്ത്. എന്നിട്ടെല്ലാം കൂടെ വീണ്ടും യോജിപ്പിക്കാവേ. വളരെ പെട്ടെന്ന് നല്ലൊരു കറിയാണ്. മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഇത് കടുക് വറക്കണേ. ഇതിന് വേണ്ടി വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയേ. ഇനി അതിലേക്ക് കടുകിടാവേ. കടുകിട്ട് പൊട്ടിയേ. അതിലേക്ക് നമുക്ക് 2 ഉണക്കമുളക് മുറിച്ചതിട്ട് കൊടുക്കാവേ. ഇത് പൊട്ടി മുളക് മൂത്തപ്പം നമുക്ക് 2-3 കരിയാപ്പില ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഈ കടുക് വറുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് ഇളക്കിയെടുത്താൽ മതി. വേവിക്കാത്ത നമ്മുടെ മാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ടേസ്റ്റാണ് ചോറിന് വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ബെല്ലൈക്കനും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.